അപ്പോൾ ഉദ്ധവനോട് കൃഷ്ണൻ എന്ത് ചെയ്തു? ഓ, അങ്ങനെയാ ഉദ്ധവൻ പറയണത്. വളരെ വിശ്വസ്തനാണ്, മന്ത്രിയുമാണ്, ഉപദേഷ്ടാവുമാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോകുന്നതിന് മുമ്പ് ഉദ്ധവൻ തന്നെയാ പോയി കളയൂ. അപ്പം പിന്നെ വിഷമം എനിക്കായല്ലോ. ഉദ്ധവൻ പോയി കളയൂ, ബദരികാശ്രമത്തിലേക്ക് ചെല്ലൂ, നരനാരായണ പർവ്വതങ്ങൾക്കിടയിൽ താമസിക്കൂ, അളകനന്ദയിൽ കുളിക്കൂ, ആ ഹിമാലയത്തിലുള്ള ശീത വായു തട്ടട്ടെ, എന്നെ എല്ലാ ദിക്കിലും കണ്ടുകൊണ്ട് ജീവിക്കൂ. ജനിച്ചതിനെക്കുറിച്ച് ചിന്തിക്കരുത്. കാലത്തിൻ്റെ പ്രയാണത്തിൽ സംഭവിക്കുന്നതാണ് ജന്മവും മരണവുമെല്ലാം. അതിൽ നമുക്ക് ഒരു പങ്കുമില്ല. അത് സമയത്തിൻ്റെ പരിധിയിൽ അങ്ങോട്ട് വിട്ട് മിണ്ടാൻ്റെ സുഖമായിട്ട് കഴിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ പോകാൻ പറ്റണ്ടേ? അങ്ങ് എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഞാൻ ചെയ്യുന്നവനാണ്, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ അതിന് കാരണം? സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ. ഈ ശരീരത്തോട് ഞാൻ എന്നൊരു പ്രതീതിയും ശരീരത്തിന് വേണ്ട വിഭവങ്ങളോടും ബന്ധുക്കളോടുമെല്ലാം എൻ്റേത് എന്നുള്ള തോന്നലുമുണ്ട്. ഈ രണ്ട് തോന്നലും ഉള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ കൂട്ടരെയും ആൾക്കാരെയും ദ്വാരയെയും ഒക്കെ വിട്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ എനിക്ക് വേണ്ടത്ര ഉപദേശം തരണം. അങ്ങേപ്പോലെ ഒരു ഉപദേഷ്ടാവിനെ അവരൊരിക്കലും കാണില്ല. ബ്രഹ്മാവ് പോലും ബഹിരർത്ഥഭാവ, സാധ്യമല്ല. അതുകൊണ്ട് എന്നെ ഉപദേശിച്ച് എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം തീർത്ത് അങ്ങ് പറഞ്ഞ വാക്ക് അനുസരിക്കത്തക്ക വിധത്തിൽ എന്നെ പ്രബുദ്ധനാക്കി ആത്മബലം തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ പടക്കളത്തിൽ വെച്ച 700 ശ്ലോകങ്ങളുള്ള ഗീത ഉപദേശിച്ച് പടക്കളത്തിൽ നിന്ന് പോണു എന്ന് പറഞ്ഞ അർജുനനെ പോകാതെ അവിടെ പിടിച്ച് നിർത്തി 18 ദിവസം യുദ്ധം ചെയ്യിച്ച് ആ ദൗത്യം പൂർണ്ണമാക്കി അതേ കൃഷ്ണപരമാത്മാ ഉദ്ധവനെ നോക്കി 1000 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. ആ ശ്ലോകങ്ങൾ കേട്ടതോടുകൂടി ഉദ്ധവന് വേണ്ടത്ര അനുഭവവും അറിവും വിവേകവും ധൈര്യവും ആത്മബലവും സ്ഥിരതയും സന്നദ്ധതയും എല്ലാം ഉണ്ടായി. ഞാൻ പോകാം, എനിക്ക് അങ്ങയുടെ കാലടികൾ മാത്രമേ വേണ്ടൂ, കാലടികളല്ല മെതിയടികൾ മാത്രമേ വേണ്ടൂ. അത് തലയിൽ വെച്ച് തിരിഞ്ഞു നോക്കി നമസ്കരിച്ചതിന് ശേഷം അങ്ങനെ പോയി. ഭക്തന്മാർ പറയണത് ഉദ്ധവൻ ഇപ്പോഴും ബദരികാശ്രമത്തിലുണ്ട് എന്നാണ്.